അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്നേ കുറച്ച് ലഞ്ചിങ്ങിൽ ഉള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളും അതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുറേ നാളത്തെ വീഡിയോസ് ഇടാറില്ല, കാരണം ടൈം ഇടാറില്ല. ഇതിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനും പിടിക്കാനൊക്കെ ഉള്ള സെറ്റപ്പുകൾ കുറവായതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ ടൈമും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ഡിലേ വരുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള വീഡിയോസ് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് പിന്നെ ലഞ്ചിങ് കൊടുക്കാം. ട്രെയിൻഡായ കുതിരയാണ് കേട്ടോ. എവിടെ കൊണ്ട് കുറച്ച് മുറിവായിട്ടുണ്ട്. വൈകുന്നേരം പുറത്ത് പേടക്കിൽ അയച്ചിടാറ് പതിവ്. അപ്പോൾ അവിടേക്ക് കൊണ്ട് കുറച്ച് മുറിവായിട്ടുണ്ട് കണ്ണിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് ലഞ്ചിങ്ങിൽ എന്തൊക്കെ ചില കാര്യങ്ങൾ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ചെയ്യണത് ആ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കുതിരനെ ലഞ്ചിങ്ങിന് ഇറക്കി കഴിഞ്ഞാൽ അതിനെ കൊണ്ടുവന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ പറയുക നേരെ കൊണ്ടു നിർത്താം. ലഞ്ചിങ് റോപ്പും കയറിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ലഞ്ചിങ് റോപ്പ് കറക്റ്റായിട്ട് നമ്മളെ കയ്യിൽ പിടിക്കാം. പോവാ. നോ ലഞ്ചിങ് റോപ്പ് കറക്റ്റായിട്ട് പിടിക്കുക. പിന്നെ ഫസ്റ്റ് നമ്മൾ പിന്നെ കുതിരനെ വാക്ക് ത്രോട്ട് എന്ത് ചെയ്യിക്കണമെങ്കിലും അപ്പം കുതിര നമ്മൾ ഫസ്റ്റ് ഇറക്കി കൊണ്ടു നിർത്തിയേക്കല്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് കുതിരയ്ക്ക്. അതായത് കുതിരയ്ക്ക് ഏത് സൈഡിലോട്ടാണോ പോകേണ്ടത് ആ സൈഡിലോട്ടുള്ള ഡയറക്ഷനാണ് ആദ്യം നമുക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുതിര കുറച്ച് അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കണം. മനസ്സിലായി? അപ്പോൾ സാധാരണ കുതിരകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് ഡയറക്ഷൻ കൊടുത്താലും കുതിര അങ്ങോട്ടേ പോവുള്ളൂ. അതായത് വലിയ ട്രെയിൻഡ് അല്ലാത്ത കുതിരകളാണെങ്കിൽ നമ്മളിങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ട് ആ സൗണ്ട് കൊടുത്താലും കുതിര ഇങ്ങോട്ടേ പോവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു രീതിക്കുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു ട്രെയിൻ ചെയ്യുമ്പോൾ അതിന് പക്കയായിട്ട് ട്രെയിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ കുതിര എൻ്റെ കുതിര അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കണം, കുതിരയ്ക്ക് അങ്ങോട്ട് പോകാനാണ് എളുപ്പം അല്ലേ. പക്ഷേ ഞാൻ ഡയറക്ഷൻ കൊടുക്കുന്ന സൈഡിലോട്ട് കുതിര പോവുള്ളൂ. കണ്ടില്ലേ? ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡയറക്ഷൻ. ഇപ്പോൾ നമ്മുടെ ഒരു കുതിര നമ്മൾ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കുതിര വെറുതെ കൈ കാണിച്ചാൽ കുതിര പോവില്ല, പോയിന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കത് അറിയാത്ത കാരണം കൊണ്ടാണ് അവരതിന് പോകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ലഞ്ച് റോപ്പ് അതേപോലെ ലഞ്ചും വിപ്പ് കൈ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ പഠിപ്പിക്കുന്ന രീതി കേട്ടോ. അത് കുതിരനെ അടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ ഒരിക്കലും. അടിക്കേണ്ട സമയം വരും ചില സമയങ്ങളിൽ, അപ്പോൾ മാത്രം അടിക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ പഠിപ്പിക്കാനായിട്ട് ഫസ്റ്റ് ഡയറക്ഷൻ കൊടുക്കുക, എന്നിട്ട് നമ്മൾ സൗണ്ട് കൊടുക്കുക. ഇവൻ ചിലപ്പോൾ സൗണ്ട് കൊടുത്ത് അങ്ങോട്ട് പോകും, അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കാത്ത. സൗണ്ട് കൊടുക്കുക. സൗണ്ട് പോകാനുള്ള സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുതിര എന്നിട്ടും പോകണില്ലെങ്കിൽ ജസ്റ്റ് ഈ സ്റ്റിക്ക് ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ വീശുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ കുതിര ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈഡ് പോകും. അതേപോലെ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ. അത് കുറച്ച് എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് വടി വീശാറുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷനിൽ പോകണമെങ്കിലും കറക്റ്റ് നമ്മൾ ഇവനൊക്കെ ഇത് ജസ്റ്റ് ഉണ്ടാ സൗണ്ട് ഇത് കൊടുക്കുമ്പോൾ ആൾക്കറിയാം, ആൾ അത്യാവശ്യം ട്രെയിൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ട്രെയിൻ ചെയ്യാത്ത കുതിരകൾ അങ്ങനെ പോകില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ സൗണ്ട് കൊടുത്തിട്ടും പോയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ഇപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വീശുക. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ പതുക്കെ സ്റ്റിക്ക് വീശുക. അപ്പോൾ അത് അങ്ങോട്ട് പൊക്കോളും. അങ്ങനെയാണ് നമ്മൾ പതുക്കെ അല്ലാണ്ട് ഒറ്റയടിക്കല്ല കേട്ടോ. ഒരു ദിവസം കൊണ്ടൊന്നും കുതിരനെ സെറ്റാക്കി എടുക്കാനൊന്നും പറ്റില്ല. പതുക്കെയാണ് സെറ്റാക്കി എടുക്കുന്നത്. ത്രോട്ട്. നമ്മൾ ബാക്കി ലഞ്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വോയിസ് കമാൻഡ് വെച്ച് പതുക്കെ അതിനെ സെറ്റാക്കി എടുക്കുക.
ഗുഡ് ബോയ്. അതേപോലെ നമ്മൾ നിൽക്കുന്ന നമ്മുടെ പൊസിഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ബാക്കിലേക്ക് ഇറങ്ങാനും പാടില്ല, ഒരുപാട് ഫ്രണ്ടിലോട്ട് കയറാനും പാടില്ല. ഇപ്പോൾ ഈ റോപ്പ് പിടിച്ചാണെങ്കിൽ അപ്പുറത്തോട്ട് നമുക്ക് കയറി നിൽക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് കയറി കഴിഞ്ഞാൽ കുതിര ചിലപ്പോൾ അതിൻ്റെ ഇത് മാറ്റും, ചാല് മാറ്റും, അല്ലെങ്കിൽ കുതിര വേറെ എന്തെങ്കിലും റിയാക്ഷൻ വരും കുതിരയ്ക്ക്. ഞാനിതിൻ്റെ ഒരു വീഡിയോ മുന്നേ എടുത്തായിരുന്നു, അത് വേറൊരു കുതിര, പക്ഷെ അത് റെക്കോർഡായില്ല. ഉണ്ടില്ല, ഞാനിപ്പോൾ ആ റോപ്പിൻ്റെ ഫ്രണ്ടിലോട്ട് കയറിയപ്പോൾ കുതിര ഒന്ന് കണ്ടോ, ചില കുതിര ചാടി ഓടും. ഇതിപ്പോൾ ട്രെയിൻഡ് ആയതുകൊണ്ടാണ് കുതിര എൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുന്നത്. അല്ലാതെ കുതിരയാണെങ്കിൽ ചിലപ്പോൾ വലിച്ചുകൊണ്ട് ഓടാം, ചില കുതിരകൾ നേരെ നമ്മുടെ നേരെ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ വരാം, അങ്ങനെ പല റീസൺസ് ഉണ്ടാവും. ഗുഡ് ബൈ. ഇപ്പോൾ ചില കുതിരകളുണ്ട് നമ്മൾ ലഞ്ചിങ്ങൊക്കെ അക്സെപ്റ്റ് ചെയ്യാത്ത ചില കുതിരകളുണ്ട്. അതായത് നമ്മൾ ലഞ്ചിങ് കൊടുക്കാറുമ്പോൾ നമ്മുടെ നേരെ തിരിഞ്ഞ് അറ്റാക്കൊക്കെ ചെയ്യാൻ വരുന്ന കുതിരകളെ കാണാം. അതിനൊക്കെ ചില കുതിരകളൊക്കെ നമുക്ക് ലഞ്ചിങ് തന്നെ സെറ്റാക്കി എടുക്കാം. ചില കുതിരകൾ അങ്ങനെ ലഞ്ചിങ് ചിലപ്പോൾ സെറ്റാക്കാൻ പറ്റില്ല, അവർ നമ്മുടെ മെതി കയറി നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യത. അതിനൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഒരു 60 അടി 50 അടിയുടെ ഒരു റൗണ്ട് പെൻ ഉണ്ടാക്കണം, സർക്കിൾ ഫെൻസ് അടിച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഓപ്പണിൽ വിട്ടിട്ട് അതിനെ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് സെറ്റാവും കുതിരകൾ, അങ്ങനത്തെ കുതിരകളൊക്കെ. ഇവരെല്ലാം റൗണ്ട് പിൻ ട്രെയിനിങ് കഴിഞ്ഞ കുതിരകളാണ് കേട്ടോ, എല്ലാം റൗണ്ട് പിന്നിലിട്ട് ട്രെയിൻ ചെയ്ത കുതിരകളാണ്. ഗുഡ് ബൈ. നമ്മളെപ്പോഴും അതിൻ്റെ അടുത്ത് സംസാരിച്ച് വേണം അതിനെ ട്രെയിൻ ചെയ്യാൻ, അതിൽ എന്ത് ചെയ്യണമെങ്കിലും റൈഡ് ചെയ്യണമെങ്കിലും എപ്പോഴും അവരുടെ അടുത്തൊരു വോയിസ് കോൺസെൻട്രേഷൻ നമ്മൾ വയ്ക്കണം. ബൈ. പിന്നെ അത്ര ട്രെയിനിങ് കിട്ടിയ കുതിരകൾ മിക്ക കുതിരകളുണ്ടോ ഈ നമ്മൾ റെസ്റ്റിലൊക്കെ നിന്നിട്ട് ഇറക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കളിയും ഇതൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. അത് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അവർ പുറത്തെടുക്കണതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ ഓക്കെയാണ്. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും അവരുടെ ഒരു കളിയും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊന്നും കേട്ടൊന്നും വരില്ല ചില സമയത്ത്. ഞാനിപ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ കുതിര എൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കുനിയാൻ പോവാണ്. ഞാൻ ഫുള്ള് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണാം, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്തു, കുതിര എൻ്റെ നേരെ തിരിഞ്ഞ് നിന്നു. ഇയാൾ അടുത്ത ഡയറക്ഷൻ അല്ലെങ്കിൽ അടുത്ത കമാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത കമാൻഡ് കൊടുക്കും. മൈ ബോയ്, ഗുഡ് ബോയ്, ഈസി ഈസി, നോ നോ. ഗുഡ് ബോയ്. നമ്മൾ സർക്കിൾ ചേഞ്ച് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ ലഞ്ചിങ്ങിൽ റൈഡിങ്ങിൽ എല്ലാത്തിലും. നമ്മൾ സർക്കിളിൽ ഓടിക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ സർക്കിൾ എപ്പോഴും ചേഞ്ച് ചെയ്യണം. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ സർക്കിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ല, ചേഞ്ച് ചെയ്യണം ശരിക്കും. അതിപ്പോൾ വാക്കായാലും ത്രോട്ടായാലും ക്യാൻഡറായാലും നമ്മൾ ചേഞ്ച് ചെയ്ത് എന്നാലും അതിൻ്റെ 4 മണിക്ക് ഒരേപോലെ എക്സസൈസ് കിട്ടുള്ളൂ. നമ്മൾ ഒരു സൈഡ്, അതായത് ഇപ്പോൾ ക്യാൻഡർ ഒരു സൈഡ് മാത്രം ഓടുന്ന കുതിരകളാണെങ്കിൽ ആ കുതിരകൾ ഇടയ്ക്കിടയ്ക്ക് ലെയിം വരാൻ സാധ്യത കൂടുതലാണ്. ഈസി ഈസി. അപ്പോൾ അവിടെ ആൾ വന്നാറുണ്ട് കുതിര പേടിച്ചു. അപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും എപ്പോഴും സർക്കിൾ കറക്റ്റ് ചെയ്ത് ഓടിക്കണം. ഒരു സൈഡ് മാത്രം ഒരിക്കലും ഓടിക്കരുത്.
അത് കുതിരയുടെ കാലിന് ലൈം വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ക്യാൻഡർ അല്ലെങ്കിൽ ശരി, നമ്മൾ ചില കുതിരയുണ്ട് ഒരു സൈഡ് മാത്രം ക്യാൻഡർ വെച്ച് കൊടുക്കുന്ന കുതിരയുണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം അത് ഒരുപാട് അങ്ങനെ തന്നെ ഓടിക്കഴിഞ്ഞാൽ ആ കുതിരയ്ക്ക് ലൈം വരും. കാരണം ആ ഒരു കാലം മാത്രമായിരിക്കും പ്രഷർ വരുന്നുണ്ടാവുക. ഈസി ബോയ്. Come on, Canter. Good boy. Shabash. Good boy. That's my boy. Shabash. Trot. 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 Good boy. Good boy. Huh? Good boy. Easy, easy. Come on. Canter. Canter. Good boy. Shabash. Good. Shabash. Come on, Canter. Good. Good boy. Shabash. Canter. Good. Trot. Trot. Good. നമ്മൾ പറയണത് അപ്പം ചെയ്യിക്കണം കുതിരകൾ. അടി. ഓ ഓ ട്രോട്ട്. നമ്മൾ പറയണ കാര്യമില്ലേ, അപ്പം അല്ല കുതിര കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മൾ ക്യാൻഡർ പറഞ്ഞ കുതിര ക്യാൻഡർ ആവണം, ത്രോട്ട് പറഞ്ഞാൽ ത്രോട്ടാവണം, വാക്ക് പറഞ്ഞാൽ വാക്കാവണം. നമ്മൾ ക്യാൻഡർ. ഗുഡ് ബോയ്. ദാറ്റ്സ് മൈ ബോയ്. ഈസി ഈസി. ഗുഡ്. Trot. 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 No, no. Oh. Easy. Easy boy. Good boy, good boy. Canter. Canter. Good. Easy, easy. Steady, steady, steady canter. Oh. Easy boy. Easy. Trot. 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 ഇങ്ങനെ കുറച്ച് വെപ്രാളം കൂടുതല. എല്ലാ കാര്യം പെട്ടെന്ന് ചെയ്തിട്ട് പോകണം എന്നുള്ള മൈൻഡായിട്ടുള്ള കുതിര കേട്ടോ.
അതിപ്പോൾ റൈഡിങ്ങിലായാലും ലഞ്ചിങ്ങിലായാലും എന്തിലായാലും അത് ആ ഒരു തോട്ടാണ് പുള്ളി വേഗം വേഗം തീർക്കുക. അതിൻ്റെ ഇടയിൽ കുറേ ഇടയ്ക്ക് ചില സമയത്ത് വെപ്രാളം കാരണം നമ്മൾ തെറ്റൊക്കെ ചെയ്യും. തെറ്റ് ചെയ്യാൻ മീൻസ് നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ ആൾ സ്വയം ചെയ്യും. നമുക്ക് ഇപ്പോൾ നല്ലൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം കുതിരയ്ക്ക് കൊടുക്കുന്ന പ്രഷർ കുറയ്ക്കാൻ പറ്റും. നല്ല നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ ജസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് കുതിര ചെയ്യും അത് കാര്യങ്ങളല്ല. നമുക്കപ്പോൾ അധികം സ്ട്രെയിൻ നമുക്ക് വരില്ല. അതുപോലെ കുതിരയ്ക്കും അതിനുള്ള സ്ട്രെയിൻ ഒരുപാട് കുറഞ്ഞു കിട്ടും. ആ കുതിരയ്ക്ക് മനസ്സിലാക്കി കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്താൽ കഴിഞ്ഞാൽ കുതിരയ്ക്കും സ്ട്രെയിൻ കുറഞ്ഞിട്ട് നമുക്കും സ്ട്രെയിൻ കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വടിയൊക്കെ പിടിച്ച് വീശി അത് കുതിരേനെ ഭ്രാന്താക്കി നമുക്കും ഭ്രാന്തായി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നല്ലൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും ലഞ്ചിങ് കൊടുക്കാൻ. എല്ലാത്തിനും എന്ത് കാര്യം പഠിപ്പിച്ചെടുക്കാൻ ലഞ്ചിങ് മസ്റ്റാണ്. അപ്പോൾ ലഞ്ചിങ്ങാണ് ആദ്യം കുതിരനെ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് അതിൽ കൂടെ സെറ്റാക്കി എടുക്കാവുന്നുള്ളൂ. ഇവനെ കണ്ടില്ലേ, നമുക്കൊരു സർക്കിൾ ഫുള്ളാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് കുതിര നേരെ തിരിക്കും എന്താ ആൾക്കറിയാം. എൻ്റെ ബോഡി ലാംഗ്വേജ് മാറുമ്പോൾ അപ്പോൾ കുതിരയ്ക്ക്, അതായത് കുതിരയുടെ ശ്രദ്ധ നമ്മുടെ അടുത്തായിരിക്കണം. എപ്പോഴും കുതിര അവിടെ ഇവിടെ നോക്കി വർക്കൗട്ടും കാരണം ചെയ്യാൻ പാടില്ല. നമ്മുടെ നേരെ ആയിരിക്കണം കുതിരയുടെ, എപ്പോഴും നമ്മളെ ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. എന്നാലേ അവർ കറക്റ്റായിട്ട് പഠിക്കുള്ളൂ. ഗുഡ് ബോയ്. അപ്പോൾ ഇന്നത്തുള്ള വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. കുതിര ശരിക്കും എൻ്റെ നേരെ തിരിഞ്ഞു കൂട്ടും. ഇപ്പോൾ ചാണകട നിന്ന് രണ്ടാളും അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ എൻ്റെ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരുന്നു എന്തിനാണ് കുതിരയുടെ ചുറ്റിനും വടി വെച്ച് അടിക്കണത്, എന്തിനാന്നൊക്കെ ചോദിച്ചിരുന്നു. ഇത് ശരിക്കും എന്താ പറഞ്ഞാൽ ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുതിര പേടിക്കുന്നൊരു വസ്തു, അല്ലെങ്കിൽ കുതിര എന്തെങ്കിലും കണ്ടപ്പോൾ പേടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കവറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ ആ പേടി മാറ്റിയെടുക്കണം. അതതിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിൻ്റെ മണപ്പിച്ചും അതിൻ്റെ മേത്തൊക്കെ തൊട്ടും പിടിച്ചൊക്കെ അതിൻ്റെ പേടി മാറ്റിയെടുക്കണം. ഇപ്പോൾ സാധാരണ മിക്ക കുതിരകൾക്കും സ്റ്റിക്ക് ഭയങ്കര പേടിയായിരിക്കും. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വടിയാണ്, നമ്മൾ ലഞ്ചിങ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വടിയാണ്. പക്ഷേ ഇതിനങ്ങനെ കുതിര പേടിക്കരുത്. നമ്മൾ ആവശ്യത്തിന് മാത്രം പേടിച്ചാൽ മതി. വെറുതെ നമ്മൾ വടി എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല കുതിര. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പരിപാടി ചെയ്യണത്. അപ്പോൾ അത് ഡീസെൻസിറ്റൈസിങ് എന്ന് പറയും. അത് എന്താ പറയുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നോ, ഡീസെൻസിറ്റൈസിങ്. അത് പറയാൻ വലിയ പാടാ. അപ്പോൾ ഡീസെൻസിറ്റൈസിങ് എന്ന് പറയും. അത് അതിൻ്റെ അതിപ്പോൾ എന്തൊരു വസ്തു ആയിക്കോട്ടെ, ഇപ്പോൾ ചിക്കെന്നല്ല വേറെ എന്ത് വസ്തു ആയിക്കോട്ടെ, അത് കുതിരയ്ക്കൊരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം പേടി ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ പേടി മാറ്റിയെടുക്കുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അത് ട്രെയിൻ ചെയ്യാത്തൊരു കുതിരയുടെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കുതിര സ്റ്റിക്ക് വീശുമ്പോൾ എത്രത്തോളം പേടിക്കേണ്ട, എത്രത്തോളം അത് എൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകണമെന്നുള്ള കാര്യം അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇവൻ ട്രെയിൻ ചെയ്ത കുതിരയാണ്. മനസ്സിലായില്ലേ? ഇവന് ചിലപ്പോൾ എന്താ പറയുക, വടി വീശാലും ഇതൊന്നും ഒരു വിഷയമില്ല. കണ്ടില്ലേ? മനസ്സിലായില്ലേ? ഇതിനെ ട്രെയിൻ ചെയ്താണ്. അത് ആവശ്യത്തിന് മാത്രം പേടിച്ചാൽ മതി, അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം ചെയ്യണത്, സ്റ്റിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുമ്പോൾ വടി എടുക്കുമ്പോഴും പിടിക്കുമ്പോഴൊന്നും കുതിര പേടിക്കില്ല. ചില കുതിരകൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് വടി കയ്യിലുണ്ടെങ്കിൽ തന്നെ കുതിര നമ്മൾ അടിപ്പിക്കില്ല, ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ചെയ്യണത്.
ഓഹോ, അതല്ലേ സമയം, തീറ്റ കൊടുക്കാനുള്ള സമയമായതുകൊണ്ട് ആൾക്ക് ഭയങ്കര മുടയാണ്. ഈസി ഈസി ഈസി. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, നമ്മൾ ഈ ഇവൻ വടി വീശിയാലൊന്നും ഇവന് എന്താ പറയുക, ഇവന് അത്രയ്ക്ക് പേടിയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ ഓൾറെഡി അതിനെക്കുറിച്ച് ട്രെയിൻഡാണ്. അതുകൊണ്ടാണ് നമ്മളത് ആ ഒരു പേടി അതിന് ഈ വടി അല്ലെങ്കിൽ ഈ സ്റ്റിക്കിനുള്ള പേടി നമ്മൾ മാറ്റിയെടുക്കണതാണത്. സ്റ്റിക്കെന്നല്ല, എന്തൊരു വസ്തുവായാലും ഒരു 50 പൈസയുടെ കവറേജ് എല്ലാ കുതിർക്കും. ഇപ്പോൾ ഇവന് വരെ ഒരു 50 പൈസയുടെ കവർ എടുത്ത് ഭയങ്കര പേടിയായിരിക്കും അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ ആ കവർ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് കാണിച്ച് അതിൻ്റെ പേടിയൊക്കെ മാറ്റിയെടുത്ത് അതിൻ്റെ മേത്തൊക്കെ അത് വെച്ച് തൊട്ട് അതൊക്കെ വെച്ചൊന്ന് ഉരച്ച് പിടിച്ച് അതിൻ്റെ മുഖത്തും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഉരച്ച് പിടിച്ച് അങ്ങനെ പേടി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൈഡിങ് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. കുതിരയ്ക്ക് പാഡ് എന്ത് കണ്ടാലും ഭയങ്കര പേടിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് ആദ്യമായിട്ട് കാണുന്നു അതിൻ്റെ മേത്ത് വെക്കാൻ പോണത്. അപ്പോൾ അത് നമ്മൾ പേടി ആദ്യം മാറ്റിയെടുത്തിട്ടല്ലേ പിന്നെ സാഡിൽ എല്ലാം ചെയ്ത് പഠിപ്പിക്കണത്. അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ അതിൽ കൂടുതലാണ്. നമുക്ക് കുതിരനെ അടിക്കാനോ പിടിക്കാനോ വേണ്ടി ചെയ്യിക്കണമല്ലോ, അത് അതിൻ്റെ പേടി മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യിക്കണത്. ആൾക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇത് ട്രെയിൻ ചെയ്യാത്തൊരു കുതിരയുടെ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറെൻ്റ് ആണ് രണ്ടും തമ്മിൽ. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആണ് അത് രണ്ടും തമ്മിൽ. ആ കുതിര ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ വടിയെടുത്ത് ജസ്റ്റ് ഒന്ന് വീശി കഴിഞ്ഞാൽ ഭയങ്കര പേടിയും കാര്യങ്ങളാണ്. ഭയങ്കരമായിട്ട് ഓടാനും നമ്മുടെ മേക്കോട്ട് കയറാനൊക്കെ നോക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കാര്യം പഠിപ്പിച്ചത് നല്ലതാണ്. പഠിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ കുതിരയും അത് പഠിപ്പിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ ഓവറായിട്ട് കുതിര, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ലഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന സമയത്ത് വടിനോട് ഭയങ്കര പേടിയാണെന്നുണ്ടെങ്കിൽ ആ വടി കാണുമ്പോൾ കുതിര കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്കത് പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ വടി യൂസ് ചെയ്യേണ്ടി വരും. വടിയുടെ പ്രഷർ നമുക്ക് കൊടുക്കേണ്ടി വരും. അടിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, വടിയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനെ നമ്മൾ പേടി മാറ്റിയെടുക്കണം. പേടി മാറ്റിയെടുത്താലാണ് നമുക്കത് യൂസ് ചെയ്യുമ്പോൾ കുതിര അത്രയും എന്താ പറയുക പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം, നോർമലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ ഒരു സംഭവം വേണം, അത് പഠിപ്പിച്ചെടുക്കണം. നല്ലതാണ് സ്റ്റിക്ക് വെച്ചിട്ടുള്ളതും എന്ത് കാര്യമായിക്കോട്ടെ. കുതിരയ്ക്ക് എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ അത് പേടി മാറ്റിയെടുക്കണം നമ്മൾ. എന്നാലാണ് നമ്മളെ റൈഡും കാര്യങ്ങളും നമ്മുടെ ട്രെയിനിങ് എല്ലാം നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ റൈഡ് പോകുന്ന ആൾക്കാണെങ്കിൽ, അതായത് റോട്ടിൽ കൂടെ ക്യാൻഡലും ക്യാലപ്പ് ഓടിക്കുന്ന കാര്യമല്ല ഞാൻ പറയണത്, അത് ഞാൻ ഒട്ടും എന്താ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ വാക്ക് വെറുതെ ഒരു രസത്തിന് നമ്മൾ വാക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കണ്ട് പേടിക്കുക. അപ്പോൾ പേടിക്കുമ്പോൾ നമ്മൾ സാധാരണ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരു സാധനം കണ്ട് പേടിച്ച് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തും കുതിരനെ. മാക്സിമം ട്രൈ ചെയ്യും കൊണ്ട് നിർത്താണ്ട്. സമയം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നിൽക്കും, കുറച്ച് നേരം നിൽക്കും. കുതിര പതുക്കെ അതിൻ്റെ അടുത്ത് പോയി മണപ്പിക്കും. അതിന് കുറച്ചുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കുതിര ഒന്നുകൂടെ ഫ്രണ്ടിലോട്ടൊന്ന് കയറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മളതിൻ്റെ പേടി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അപ്പോൾ സ്ഥിരം പോകുമ്പോൾ ആ സാധനം അവിടെ സ്ഥിരം അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ പേടി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുതിരകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു മൃഗമാണ്. അത്യാവശ്യം കുതിരനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ ഈ ഒരു നോട്ടം കണ്ടു, ഇത് അവിടെ 2 ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്, ഒരാൾ കിടക്കുന്നുണ്ട് അവിടെ പുല്ലിൽ. അപ്പോൾ അതിൻ്റെയാണ് ഈ നോട്ടം. എന്തെങ്കിലും അതിന് പെട്ടെന്ന് അതിൻ്റെ കണ്ണിൽ എന്തെങ്കിലും സാധനം പെട്ടെന്ന് പെട്ട് കഴിഞ്ഞാൽ അവർ അതിനെ കുറച്ചേരം നോക്കിക്കും എന്താണ് സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അവർ അത് കുഴപ്പമില്ല ഇതാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ റിലാക്സ്. അത് കുതിരയുടെ നേച്ചറാണ്. അത് പെട്ടെന്ന് ഇവർ പ്രേനിമലായതുകൊണ്ടായിരിക്കും ഒരു ഇത് വരണത്. ഒരു ചെറിയ അനക്കം കണ്ടാൽ പോലും അവർ പെട്ടെന്ന് അവിടേക്ക് നോക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ബൈ, താങ്ക് യു.